വിജയത്തിലേക്ക് പടികേറുന്ന വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് ടാറ്റ. ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു വാക്കായി മാറി ഇന്ന് ടാറ്റ. ഇന്ത്യയിൽ കൂടാതെ തന്നെ അർജന്റീന, സൗത്ത് ആഫ്രിക്ക, ഗ്രേറ്റ് ബ്രിട്ടൻ, പിന്നെ തായ്ലൻഡ് എന്നിവിടങ്ങളിലും വാഹന നിർമ്മാണ കമ്പനികളുണ്ട് ഇന്ന് ടാറ്റയ്ക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൂടാതെ സൗത്ത് കൊറിയ, ബ്രിട്ടൻ, സ്പെയിൻ എന്നിവിടങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും ഇന്ന് ടാറ്റയ്ക്ക് സ്വന്തം. കൂടാതെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയം കാർ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്ന ലോക ജനങ്ങളുടെ വികാരമായി മാറിയ ജാഗ്വർ, ലാൻഡ് റോവർ സ്വന്തമാക്കിയ ചരിത്രവും ടാറ്റയ്ക്കുണ്ട്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ കഴിഞ്ഞ നിമിഷം. 1945 ലോക്കോമോട്ടീവ് നിർമ്മാതാക്കളായാണ് അരങ്ങിലെത്തുന്നത്. പിന്നെ 1954, 1965 കാലയളവിൽ ഡൈംലർ ബെൻസുമായി കൂടിച്ചേർന്ന് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ വിപണിയിലെത്തിച്ചു. 1988 ഒരു പാസഞ്ചർ വാഹനം നിർമ്മിക്കാൻ ടാറ്റ തയ്യാറെടുക്കുന്നത്. അങ്ങനെ 1991 ടാറ്റയുടെ ആദ്യ പാസഞ്ചർ വാഹനമായി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച SUV വിഭാഗത്തിൽപ്പെട്ട ടാറ്റ സിയാറ വിപണിയിലെത്തുന്നത്. ടാറ്റ സിയാറയിൽ ആരംഭിച്ച് ഇന്ന് ആൾട്രോസിൽ എത്തി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ടാറ്റ നിരത്തിലിറക്കിയ വാഹനമാണ് ആൾട്രോസ്. സൂപ്പർമിനി വിഭാഗത്തിൽപ്പെട്ട ഒരു 5 ഡോർ ഹാച്ച്ബാക്ക് വാഹനമാണ് ആൾട്രോസ്. 2 തരം പവർ ട്രെയിനുകളിൽ വാഹനം ലഭ്യമാണ്. ടാറ്റയുടെ 1.2 ലിറ്റർ റെവോട്രോൺ ഇൻലൈൻ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്റർ റെവോട്ടോർക്ക് ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിനും ലഭ്യമാണ്. ഡീസൽ എഞ്ചിൻ 90 PS പവർ 4000 RPM-ലും 200 Nm ടോർക്ക് 1250 RPM-ലും നൽകുന്നു. ലിറ്ററിൽ 25.11 കിലോമീറ്ററാണ് ARAI സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള ഇന്ധനക്ഷമത. പെട്രോൾ എഞ്ചിൻ 85 PS പവർ 6000 RPM-ലും 113 Nm ടോർക്ക് 3300 RPM-ലും നൽകുന്നു. ലിറ്ററിൽ 19.5 കിലോമീറ്റർ ആണ് ARAI സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഇന്ധനക്ഷമത. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലാണ് വാഹനം എത്തുന്നത്. ദൃഢത കൂടിയ AlfaArc പ്ലാറ്റ്ഫോമിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഭാരം കൂടിയ ബോഡിയും വാഹനത്തെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാറിൽ എത്തിച്ചു. 1036 മുതൽ 1150 കിലോഗ്രാം വരെയാണ് വാഹനത്തിൻ്റെ ഭാരം. കൂടാതെ ആൾട്രോസിൻ്റെ വീൽ ബേസ് 2501 mm, ലെങ്ത് 3990 mm, വിഡ്ത്ത് 1755 mm, ഹൈറ്റ് 1523 mm ആണ്. ലക്ഷറി വാഹനത്തിന് തുല്യമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും മറ്റുമാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിൻഭാഗത്ത് ഫ്ലാറ്റ് ഫ്ലോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ല ലെഗ് സ്പേസ് സമ്മാനിക്കുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും വോയിസ് അലർട്ടായും മുന്നേ തന്നെ അറിയിക്കുന്നു. വോയിസ് റെക്കഗ്നൈസേഷനോട് കൂടിയ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, റെയിൻ സെൻസിംഗ് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, ABS വിത്ത് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ, മൾട്ടി ഡ്രൈവ് മോഡ്സ്, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്, ഇതൊക്കെയാണ് ആൾട്രോസിൻ്റെ മറ്റ് സവിശേഷതകൾ. ഈ വീഡിയോ ഒരു ഫാൻ മെയ്ഡ് വീഡിയോ ആയി കാണരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക. വാഹന ലോകത്തെക്കുറിച്ചുള്ള വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.